സ്വന്തമായിട്ട് സ്റ്റുഡിയോയൊക്കെ ഇങ്ങനെ വീട്ടിൽ തന്നെ സെറ്റപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ക്രിസ്ത്യ ചേട്ടൻ വന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടൻ പറയുകയാണ് എന്നോട്, ഞാൻ കുറച്ച് പൈസ തന്നു സഹായിക്കാം. ഒരു 500-ലധികം പാട്ടുകൾ ചെയ്തിട്ടുണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓർക്കസ്ട്രേഷൻ. ആ മുറിവ് ഞാനത് ശ്രദ്ധിച്ചില്ല, കാര്യമാക്കില്ല, ഓട്ടത്തിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചില്ല. ആ മുറിവ് പല്ലിൻ്റെ ഷാർപ്പ്നെസ്, ഒന്നാമത് ചെറിയൊരു മണ്ടത്തിൽ കാണിച്ചു, ആ ഷാർപ്പ്നെസ് ഒന്ന് ഉറച്ച് കളഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പാവുവിഷൻ ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും സൃഷ്ടി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സൃഷ്ടി എന്ന പ്രോഗ്രാമിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് തോമസ് പൈനാടത്ത് എന്ന് പറയുന്ന മ്യൂസിഷ്യനാണ്. ചേട്ടാ സ്വാഗതം. തോമസിന്റെ സ്റ്റുഡിയോയിലാണ് നമ്മൾ ഇരിക്കുന്നത്. TP മീഡിയ, തോമസ് പൈനാടത്തിന്റെ ഷോർട്ട് ഫോമായ TP മീഡിയയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ നെല്ലിക്കുന്ന് എന്ന സ്ഥലത്താണ് ഈ സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഈ സ്റ്റുഡിയോയിൽ വരാനും തോമസ് ചേട്ടനെ പരിചയപ്പെട്ട് നമുക്കൊരു ഇന്റർവ്യൂ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താനുമുള്ള ഒരു കാരണം ഒരു അതിജീവനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നതാണ്. ഒരു സംഗീതത്തിന്റെ എല്ലാ മേഖലകളെയും ഇടപെട്ടുകൊണ്ട് പാടി, കീബോർഡ് വായിച്ചും മ്യൂസിക് ചെയ്തുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനൊരു പ്രത്യേകമായ അസുഖം വന്നു. അങ്ങനെയുള്ള ആ സാഹചര്യങ്ങളിലൊന്നും തളരാതെ ദൈവാനുഗ്രഹത്തിലെ മാത്രം ആശ്രയിച്ചതുകൊണ്ട് ഒരു അതിജീവനത്തിന്റെ മാതൃക നമുക്ക് വെച്ചു നിന്നുകൊണ്ട് ഉള്ള ഒരു സാഹചര്യം ചേട്ടനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് കൂടിയാണ് ഈ TP മീഡിയ എന്ന് പറയുന്ന സ്റ്റുഡിയോയിൽ ഞങ്ങൾ എത്തിയത്. അപ്പൊ അതുകൊണ്ട് നേരിട്ട് തോമസ് ചേട്ടന്റെ അനുഭവങ്ങളും സംഗീതത്തിന്റെ വഴികളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് അറിയാം. എല്ലാവരെയും വീണ്ടും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. അപ്പൊ ചേട്ടൻ ഇപ്പൊ ഒരു നീണ്ടൊരു കാലം, ഇപ്പൊ പ്രായത്തിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ എത്ര വർഷമായിട്ടുണ്ടാവും ഈ സംഗീതം എന്ന് പറയുന്ന മേഖലയിൽ മാത്രം വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട്? അതൊരു 30 വർഷത്തോളം. അതായത് എൻ്റെ ഒരു 22-23 വയസ്സ് മുതലേ തുടങ്ങിയിട്ടുള്ള ഇതാണ് എൻ്റെ ഓർമ്മയിൽ, കൃത്യം ഓർമ്മയില്ല എനിക്ക്. ഒരു 22-23 വയസ്സ് മുതൽ. അപ്പം എത്ര വർഷമായി? ഇപ്പം എനിക്ക് 54 വയസ്സായിട്ടുണ്ട്. അപ്പം അത് ടാലി ചെയ്യുമ്പോഴുള്ള ഒരു സമയം. അത് കൂടുതൽ പാടാനും അതുപോലെ വായിക്കാനും എന്നുള്ള പോലെ തന്നെ മ്യൂസിക് മിക്സിങ് ഒരു സ്റ്റുഡിയോയുമായിട്ട് ബന്ധപ്പെട്ടാണോ, അതോ പാടുക അല്ലെങ്കിൽ ഓർക്കസ്ട്രേഷന് ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ എന്തായിരുന്നു കൂടുതൽ പ്രിഫറൻസ് ആയിട്ട് തോമസ് ചെയ്തിരുന്നത്? ഞാൻ ആദ്യം തന്നെ വന്നത് കീബോർഡ് ആർട്ടിസ്റ്റ് എന്നുള്ള ഇതിൽ മാത്രമായിരുന്നു. അതായത് എനിക്ക് ഒരു നല്ലൊരു അവസരം കിട്ടി. എനിക്ക് അന്നത്തെ ഏറ്റവും പ്രശസ്തമായ തൃശ്ശൂരിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഓർക്കസ്ട്രയിൽ കീബോർഡിസ്റ്റായിട്ട് കയറാനൊരു ഭാഗ്യം കിട്ടി. അതായത് തൃശ്ശൂർ വേവ്സ് എന്ന് പറഞ്ഞിട്ട്. ആ ഓർക്കസ്ട്ര ഇപ്പം ഇല്ല, എങ്കിലും അന്ന് എനിക്കൊരു വലിയൊരു നല്ലൊരു ആർട്ടിസ്റ്റുകളെല്ലാം വലിയ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു. അവരുടെ കൂടെ ജോലി ചെയ്യാനായിട്ടൊരു അവസരം കിട്ടി. പക്ഷേ അതിലുപരി എനിക്ക് ആ ഓർക്കസ്ട്രയിൽ കയറിയപ്പോൾ എനിക്കൊരു ഭാഗ്യം കിട്ടിയത് ഞാൻ കീബോർഡ്സായിട്ട് കയറിയ സമയത്ത്
എനിക്ക് എന്നെ അതിൻ്റെ മ്യൂസിക് എഴുതാനും അതിൻ്റെ നൊട്ടേഷൻ എഴുതാനും എല്ലാം എന്നെ അവർ ബലമേൽപ്പിച്ചു. അപ്പോൾ അതെനിക്ക് ഞാൻ നൊട്ടേഷൻ എനിക്ക് സ്പീഡായി വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു നൊട്ടേഷൻ എല്ലാവർക്കും എഴുതി കൊടുക്കുക വഴി എനിക്ക് നല്ല നൊട്ടേഷൻ നോക്കി വായിക്കാനുള്ളൊരു സ്പീഡ് എനിക്ക് കിട്ടി. എല്ലാവരും സപ്പോർട്ടും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ലൈനുണ്ട്. അങ്ങനെ ഒരു അവസരം. നമ്മൾ ഏതൊരു കലാമേഖലയായാലും നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞത് മാത്രം പോരാ നമുക്കൊരു ഉയർച്ചയിലേക്ക് അല്ലെങ്കിൽ ആ ഫീൽഡ് ഉറപ്പിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ സ്വാധീനിച്ച സാഹചര്യങ്ങളും വ്യക്തികളൊക്കെ തോമസാറിന്റെ ജീവിതത്തിലുണ്ടാവും. അത് ഒന്ന് പറയാവോ? അതായത് എൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ സാധാരണമായിട്ടുള്ളൊരു ചെറുപ്പം തന്നെ ഒരു ജീവിതമായിരുന്നു എൻ്റെ. 10 വയസ്സുള്ളപ്പോൾ നമ്മൾ സാധാരണ ഹോസ്റ്റൽ ബോയ്സ് ചേരാം. അതൊക്കെ നല്ല ഓർമ്മകളായിട്ട് എനിക്കുണ്ട്. അത് അന്ന് ഞാൻ ഇവിടെ അല്ല താമസിച്ചിരുന്നത്, ചെമ്പുഷാവ് എന്നുള്ള സ്ഥലത്തായിരുന്നു. അന്ന് ആദ്യമായിട്ട് ഞാൻ ഹോസ്റ്റൽ ബോയ്സിലേക്ക് പോയത് ഹോളി ഫാമിലി മർത്തലെ അതായിരുന്നു. അതൊരു നല്ല ഓർമ്മ. പിന്നെ അപ്പോഴൊന്നും എൻ്റെ ഉള്ളിലുള്ള മ്യൂസിഷ്യൻ എനിക്കറിയില്ല. ഞാൻ പാട്ടൊക്കെ മൂലിപ്പാട്ട് പാടി നടക്കുമായിരുന്നു. പിന്നെ ഞാൻ തോപ്പ് സ്കൂളിലാണ് 5ാം ക്ലാസ് മുതൽ വന്നത്. കലാല മത്സരം പഠിച്ചതിന് ശേഷം തോപ്പ് സ്കൂളിൽ എത്തി. അപ്പോൾ ഒരു 6, 7, 8ാം ക്ലാസ് വരെ നോർമലി പോയി. പിന്നെ ഒരു ഇതുള്ളത് 8ലും 9ലും ഞാൻ ചോദിച്ചു. അന്നത്തെ ഇത് രണ്ടാമത് 2 വർഷം പഠിക്കാന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചു വന്നപ്പോൾ എൻ്റെ സ്കൂളിൽ എനിക്ക് നല്ല സുഹൃത്തുക്കളെ എനിക്ക് കിട്ടി. അതായത് നമ്മളെല്ലാവരും അറിയുന്ന നമ്മുടെ അൽഫോൺസ്, മ്യൂസിക് ഡയറക്ടർ അൽഫോൺസ് ഇല്ലേ, അൽഫോൺസ് ജോസഫ്, അവൻ്റെ ഒപ്പം എത്തി ഞാൻ. അപ്പോൾ അതേപോലെ തന്നെ അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, ഷെർജിൻ തോമസ് എന്ന് പറയും. എൻ്റെ മേമയുടെ മോനായിട്ട് വരും. അപ്പം ഞങ്ങൾ ഒരു ഗ്യാങ്ങായിട്ട് ഒരുമിച്ചെത്തി. അപ്പോൾ അവരുടെ കൂട്ടുകെട്ടിലൂടെയാണ് എനിക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ സംഗീതം ഉണ്ടെന്നുള്ള കേസ് അറിഞ്ഞത്, സംഭവം അറിഞ്ഞത്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്ത് ഇപ്പോൾ നമ്മൾ വൃന്ദവാദ്യം അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് നമ്മൾ ദേശീയ ഗാനത്തിൻ്റെ മത്സരമൊക്കെ ഉണ്ട്. പുറത്ത് പോകുമ്പോൾ തോപ്പ് സെൻറ് തോമസ് സ്കൂളിനെ ഞങ്ങൾ ഫസ്റ്റ് അടിച്ചിട്ട പോലെ ഞങ്ങൾ കൂട്ടുകെട്ടാണ് അന്ന് അൽഫോൺസ് ഷെർജിൻ തോമസ് എന്നൊരു കൂട്ടുകെട്ടി തന്നെ അന്ന് ഉണ്ടായിരുന്നു തോപ്പ് സ്കൂളിൽ. ആ ഒരു സൗഹൃദത്തിലാണ് എനിക്ക് ഈ മ്യൂസിക്, എൻ്റെ ഉള്ളിലെ മ്യൂസിക് തിരിച്ചറിയാനും. പിന്നെ അതിനേക്കാളുപരി ഞാൻ ആദ്യമൊക്കെ ഞാൻ പെർക്യൂഷൻ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ വായിച്ചിരുന്നത്, തബല, കോങ്കോ ഒക്കെ വായിച്ചിരുന്നത്. പിന്നെ എനിക്ക് ഹാർമോണിയം ഒക്കെ വായിക്കുന്ന ഒരു ആഗ്രഹം തോന്നിയപ്പോൾ ഞാനതിങ്ങനെ താല്പര്യമുണ്ട്. അന്നത്തെ കാലത്തൊന്നും കിട്ടാൻ ഒരു മാർഗമില്ല. പിന്നെ ഇപ്പോഴും ഞാൻ അന്ന് ഈ വെക്കേഷൻ സമയത്തൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ജോലിക്ക് പോകും 2 മാസത്തെ ഇത്. അന്നത്തെ കുടുംബ പശ്ചാത്തലം, ദാരിദ്ര്യം എല്ലാം വീടുകളുള്ള സമയമാണല്ലോ അന്നത്തെ കാലത്ത്. അപ്പോൾ ആ ജോലിക്ക് പോകുമ്പോൾ ഒരു തവണ ഞാൻ 8ാം ക്ലാസ്സിലോ അതോ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ വെക്കേഷൻ സമയത്ത് ജോലിക്ക് നമ്മളെ തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷൻ ഉണ്ടല്ലോ, അവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ഇതിൽ ജോലിക്ക് കയറി. അന്നത്തെ കിട്ടി, അന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തതിൽ കൂടുതൽ പൈസ കിട്ടിയപ്പോൾ ആ പൈസക്ക് ഞാൻ അന്നൊരു ഹാർമോണിയം വാങ്ങിച്ചു ഞാൻ. പക്ഷെ അന്ന് വീട്ടിലെ ചെറുപ്പമായിരുന്നു, വീട്ടുകാർ അന്ന് തല്ലിയില്ല എന്നുള്ളൂ. എങ്കിലും ഞാൻ വാങ്ങിച്ചു. ആ ഒരു ഹാർമോണിയത്തിന്മേൽ കുത്തിയിരുന്ന് ഞാനത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അന്ന് എനിക്ക് ഹെൽപ്പായത് അൽഫോൺസാണ്. എനിക്ക് കോഴ്സുകൾ CDEFG എന്നുള്ള ആ സ്വരങ്ങൾ പറഞ്ഞു തരികയും അതിൻ്റെ കോഴ്സ് എങ്ങനെ വായിക്കണം എന്നുള്ളത് പറഞ്ഞു തന്നത് എനിക്ക് അൽഫോൺസാണ്. അത് ഞാൻ അവനോട് എപ്പോഴും കടപ്പെട്ടിരിക്കും. ഏത് ഇൻ്റർവ്യൂ ആയാലും ആരോടായാലും ഞാൻ സ്ഥിരം പറയാറുള്ളൊരു സംഭവമാണ്. അവനാണ് എൻ്റെ ഗുരു എന്ന് പറയും. അങ്ങനെ ആ കോഴ്സ് പഠിക്കാനായിട്ട് അൽഫോൺസ് സഹായിച്ചു. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സുഹൃത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസറ്റ് ദൈവം അവനിലൂടെ എനിക്ക് തന്നൊരു കഴിവ് പുറത്തെടുത്തു. ചേട്ടൻ്റെ ഫാമിലിയിൽ, അതായത് പേരൻസോ അല്ലെങ്കിൽ മറ്റ് സഹോദരങ്ങളോ ആരെങ്കിലും ഒക്കെ പാടുന്നവർ ആരെങ്കിലും ഉണ്ടോ ഈ മേഖലയായിട്ട്? എൻ്റെ കുടുംബത്തിൽ അമ്മ പണ്ട് പാടുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കേട്ടിട്ടില്ല, അമ്മ പാടുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് പിന്നെ 2 സഹോദരിമാരാണ്, മൂത്തതും താഴെയായിട്ട്. അതിൽ ഇളയ സഹോദരി നന്നായി പാടുമായിരുന്നു.
അന്ന് ഞങ്ങളുടെ കൊയറിലും ഇപ്പോൾ ഉള്ള ഞങ്ങളുടെ അന്നത്തെ നെല്ലുകുന്ന് പള്ളിയിലെ കൊയറിൽ അവൾ മധുരമായിട്ട് പാടുമായിരുന്നു. പിന്നെ ഇപ്പം അവൾ ഫീൽഡിലൊന്നുമില്ല. അവൾ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ആ ഒരു നിർത്തി. അവൾക്ക് തീരെ താല്പര്യമില്ല പാടാനായിട്ട്. അപ്പം അങ്ങനെയാണ് ഇത്. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ ബന്ധു എന്ന് പറയുന്നത് ഈ ഷർദിൻ, അവൻ ഫിലിമിലൊക്കെ പാടിയിട്ടുള്ള ആളും. അങ്ങനെ ആ ഒരു കണക്ഷൻ അങ്ങനെയൊക്കെ ആ ബന്ധു എന്നുള്ള നിലയ്ക്ക് അവൻ്റെയൊക്കെ ഒരു പ്രോത്സാഹനം ഒക്കെ വഴിയാണ് എന്നുള്ള സംഗീതത്തിനെ തിരിച്ചറിയാനും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ദൈവം എന്നിൽ തന്നിട്ടുള്ള കഴിവ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇങ്ങനെ സൗഹൃദങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ഈ നിലയ്ക്ക് എത്താനായിട്ടുള്ളൊരു സാഹചര്യം ദൈവം വരുത്തി. പലതരത്തിലുള്ള സംഗീത മേഖലയിലൂടെ ചേട്ടൻ കടന്നു പോയിട്ടുണ്ട്. നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ വേവ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഇടം കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു അനുഭവവും അതുപോലെ തന്നെ കുറച്ചും കൂടിയും ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ട് തോമസ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ നമ്മുടെ പോപ്പുലർ ഫിലിം സോങ്സ് ഒക്കെ സാധ്യതകൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ട് കൂടുതൽ ഈ ഡിവോഷണൽ ആൽബങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അങ്ങനെ ഒരു ദൈവത്തോട് ചേർന്നുള്ള ഒരു ഭക്തിഗാനങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിയത് സാഹചര്യമാണോ, അത് ചേട്ടനുണ്ടായ ഇതിനോടുള്ളൊരു കൂടുതലൊരു ഇഷ്ടവും ദൈവാനുഭവമാണോ? എന്താണ് അതിനൊരു പ്രാധാന്യം? ശരിക്കും വെച്ചാൽ ഞാൻ ഗാനമേള ഫീൽഡ് കൃത്യം കാൽക്കുലേഷൻ, എൻ്റെ ഗാനമേള ഫീൽഡിലെ എൻ്റെ കാൽക്കുലേഷൻ ഞാൻ നോക്കുമ്പോൾ കൃത്യം ഒരു 9 വർഷം ഞാൻ ഫീൽഡിലുള്ളൂ. അതായത് ഫസ്റ്റ് തൃശ്ശൂർ വേവ്സിൽ കയറി 3 വർഷം അവിടെ ഉണ്ടായി. പിന്നെ അതിന് ആ കാലയളവിലാണ് ഞാൻ ആദ്യമായിട്ട് സംഗീതം ചെയ്തത്. ഞാനും പിന്നെ ഫേമസ് റൈറ്റർ ജോഫി തരകൽ, അച്ഛൻ്റെ ഇടവുകാരനാണെന്ന് അച്ഛൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു 8 പാട്ടോളം സംഗീതം ചെയ്തിട്ട് സംഗീതം ലിറിക്സ് എഴുതിയിട്ട് ചെയ്ത വർക്ക് ആദ്യമായിട്ടായി. ഉണ്ണിമേനോൻ, സ്വർണ്ണലത അങ്ങനെയുള്ള ടീമുകളൊക്കെ പാടിയിട്ടുണ്ട് അതിനകത്ത് ആദ്യമായിട്ട്. അപ്പോൾ അത് ക്രിസ്ത്യൻ ഭക്തിഗാനമായിരുന്നു. അത് ചെയ്തു. പിന്നെ എനിക്ക് കൂടുതൽ പ്രചോദനമായിട്ട് ക്രിസ്ത്യൻ ഭക്തിഗാനം ചെയ്യാൻ തന്നെയായിരുന്നു. ഒരു ലൈറ്റ് മ്യൂസിക് പോലും ആ സമയത്തൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ അതങ്ങനെ പതുക്കെ തുടർന്നുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് വേവ്സിലായിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ആ വർക്ക്. പിന്നെ എനിക്ക് പ്രത്യേക സാഹചര്യം അനുസരിച്ച് എനിക്ക് കോയമ്പത്തൂർക്ക് പോകേണ്ടി വന്നു. അവിടെ ഒരു ഓർക്കസ്ട്ര, എഞ്ചിൻ്റെ ഓർക്കസ്ട്രയിൽ. അവിടെ ആയിരിക്കുമ്പോഴും ഞാൻ ആൽബങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ തന്നെയായിരുന്നു. അവിടെ ഒരു കറക്റ്റ് 3 വർഷം വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് നേരെ തൃശ്ശൂർക്ക് തന്നെ വന്നു. മ്യൂസിക് ഇന്ത്യ എന്നുള്ള ഒരു ഓർക്കസ്ട്രയിലായിരുന്നു. മ്യൂസിക് ഇന്ത്യയിലും ഏറെക്കുറെ ഒരു 2.5-3 വർഷത്തിൻ്റെ ആ കാലാവധിയിലായിരുന്നു. ആ മ്യൂസിക് ഇന്ത്യയിൽ ലാസ്റ്റ് സമയത്തായിരുന്നു എൻ്റെ കല്യാണം. 99 എൻ്റെ കല്യാണം. അപ്പം അതിന് ശേഷം 2001 ആ സമയത്ത് എനിക്കൊരു ദൈവവിളി എന്ന് പറയാമെന്ന് എനിക്കറിയില്ലെങ്കിലും ഒരു ഓർക്കസ്ട്രേഷൻ്റെ വർക്ക് വന്നതാണ് എനിക്ക് ചെയ്യാനായിട്ട്. അതൊരു പ്രാർത്ഥന കൂട്ടായ്മയിലായിരുന്നു. അതും എനിക്ക് നിമിത്തമായത് അൽഫോൺസിനായിരുന്നു. അൽഫോൺസിനോട് അവർ പറഞ്ഞായിരുന്നു എൻ്റെ ഓർക്കസ്ട്രേഷൻ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അൽഫോൺസ് എന്നെ അവർക്ക് ഇൻ്റർവ്യൂസ് കൊടുത്തു, ഇങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ അവർ ഞാനും അറിയില്ല, ആ 60 ഇവാഞ്ചലൈസേഷൻ എന്നൊരു കൂട്ടായ്മയാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് വരികയും ആ വർക്ക് 2-3 പാട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്തു കൊടുത്തു. അപ്പോൾ ആ വർക്ക് കഴിഞ്ഞതോടുകൂടെ ആ കൂട്ടായ്മയായിട്ടൊരു ആവുകയും അപ്പോൾ എനിക്ക് ഗാനമേള ഫീൽഡ് ഇങ്ങനെ പതുക്കെ അവസാനിപ്പിക്കുന്ന തോന്നൽ വരികയും ആ ഒരു ഓഫ് സീസൺ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തു. ഞാൻ ഇനി ഇല്ല എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. ഞാൻ കൂട്ടായ്മയിലേക്ക് ചേർന്നു. അങ്ങനെയാണ് ഞാൻ ഈ കരിസ്മാറ്റിക് എന്നുള്ള മൂവ്മെന്റിലേക്ക് വരുന്നത്. ഒരു 2001-2 തോന്നുന്നു. എനിക്ക് ക്രിസ്ത്യൻ ഡേറ്റും വർഷം ഓർമ്മയില്ല. എന്തായാലും അതേ അളവിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ അതിൽ ഗാന ശുശ്രൂഷയിലേക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് എനിക്കൊരു ചുമതലകളും എല്ലാം എനിക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ പാട്ട് പാടുമെങ്കിലും കീബോർഡ് വായിച്ച് പാടാവുന്നൊരു കണ്ടീഷനിലേക്ക് ആ കൂട്ടായ്മയിൽ വന്നപ്പോഴാണ് വന്നത്. അവിടെ തൊട്ട് ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കുന്നു. തോമസ് ചേട്ടൻ ഒരു നീണ്ടൊരു കാലഘട്ടം
ഓർക്കസ്ട്രേഷനായിട്ടും അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തും ഇപ്പോൾ സ്വന്തമായി സ്റ്റുഡിയോയില് മിക്സിങ്ങും റെക്കോർഡിങ്ങും ചെയ്തും അതുപോലെ ഒരു കാലഘട്ടത്തിൽ പാടിയൊക്കെ ശുശ്രൂഷകൾ ചെയ്തൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണിപ്പോൾ. അപ്പോൾ ഒരു നീണ്ട കാലഘട്ടം പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് പാടിയിട്ടും വായിച്ചും ഓർക്കസ്ട്രേഷൻ ചെയ്തും ഇപ്പോൾ സൗണ്ട് മിക്സിംഗ് ഒക്കെ ചെയ്ത് മറ്റുള്ളവരെ പാടിച്ചൊക്കെ പോകുന്ന ഒരു കാലഘട്ടത്തില് ഈ സംഗീതത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിലൂടെ ഒരു വലിയൊരു ദൈവാനുഭവം, ദൈവത്തിന്റെ പ്രത്യേകമായൊരു ഇടപെടൽ എന്നുള്ള പോലെ ഈ പാട്ടുകൾ പ്രത്യേകമായി ചെയ്ത പാട്ടുകളില് ആളുകള് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ചില പള്ളികളിലൊക്കെ പോകുമ്പോൾ തോമസ് ഒരു കുർബാനയ്ക്ക് കേൾക്കുമ്പോൾ ആ കൊയറുകാര് ചേട്ടന്റെ പാട്ട് പാടുന്നു, ഓ അങ്ങനെയൊക്കെ ഒരു അനുഭവമുണ്ട്. അതൊരു ദൈവത്തിന്റെ ഇടപെടലിന്റെ അനുഭവമാണത്. അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ചേട്ടനൊന്ന് പറയാമോ? പഴയകാലം ഓർക്കുമ്പോൾ കാസറ്റ് മുതലേ ചെയ്യാനുള്ളൊരു ദൈവകൃപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് CD, പിന്നെ ഇപ്പോഴത്തെ ഒരു കാലം യൂട്യൂബ്. അപ്പം അങ്ങനെ ചെയ്ത് വരുമ്പോൾ നല്ല നല്ല പാട്ടുകാരെ പാലിപ്പിക്കാൻ പറ്റി. എൻ്റെ പാട്ടുകൾ ചില പള്ളികൾ അപൂർവമായിട്ടാണ് കേട്ടിട്ടുള്ളൂ. അധികം അത്ര ഹിറ്റ് പാട്ടുകളൊന്നും ചെയ്യാനായിട്ടുള്ളൊരു അവസരമൊന്നും എനിക്കുണ്ടായിട്ടില്ല. നമ്മൾ കുറേ പോലെ കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഏറെക്കുറെ എണ്ണം തന്നെ ഓർമ്മയില്ല. പിന്നെ കമ്പോസിങ് മാത്രമല്ല, ഓർക്കസ്ട്രേഷൻ വർക്കുകളൊക്കെ ചെയ്തതാണൊരു 100-500-ലധികം പാട്ടുകൾ ചെയ്തിട്ടുണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർക്കസ്ട്രേഷൻ അതിൽ കുറയാൻ ചാൻസ് ഇല്ല. 500-ലധികം ചെയ്തിട്ടുണ്ടാവാം. അപ്പം അങ്ങനെ ഒരു നല്ല നല്ല പാട്ടുകാരെ പാലിപ്പിക്കുന്ന അവസരം കസ്റ്റർ, ബിജുനാരായണൻ, രാധിക തിലക്, മറ്റുപോയി രാധിക തിലക്. പിന്നെ എനിക്കൊരു ഭാഗ്യം ഉണ്ടായത് എൻ്റെ ഫസ്റ്റ് വർക്കിൽ സ്വർണ്ണലത എന്നുള്ളൊരു ലെജൻഡിനെ പാലിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഉണ്ണിമേനോനെയും പാലിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാസറ്റിൽ. അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർ ലിറിക്സ് തരുമ്പോൾ ആ ലിറിക്സിൻ്റെ അനുസരിച്ചുള്ളൊരു സംഗീതം ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കാറ്. ഞാൻ വാസ്തവം പറഞ്ഞാൽ സംഗീതം ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല സാർ. കീബോർഡ് വായിച്ചുള്ള എക്സ്പീരിയൻസ് ഏതാ രാഗം എന്ന് ചോദിച്ചാൽ വരെ എനിക്ക് അറിയില്ല. പക്ഷെ നമുക്കത് ഇന്ന രാഗത്തിൻ്റെ ബേസിക് ആരോട് ചോദിക്കുകയാണെങ്കിൽ ആ രാഗം അതാണ് നമ്മൾ ചെയ്ത് വരുമ്പോൾ ഒരു മൂഡ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. ആ വരിയുടെ അർത്ഥം നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാറ്. ചില കൂട്ടുകാരന്മാർ എന്നോട് തമാശയ്ക്ക് എന്നോട് പറയാറുണ്ട്, നിനക്ക് ആധാരം പോലും നന്നായി നീ സംഗീതം ചെയ്യലോ എന്ന് തമാശയ്ക്ക് പോലും പറയാറുണ്ട്. പക്ഷെ സത്യമാണ്. ചിലർ ഇങ്ങനെ പദ്യമല്ല ഗദ്യമായിട്ട് സംഭവം അതിന് മ്യൂസിക് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യും, ശരിയാവാറുണ്ട്. ഏറ്റവും അവസാനം ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള സംഭവം ഒരു 2019 ഒരു ജപമാലയുടെ ഒരു രഹസ്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞൊരു ആൾ എൻ്റെ അടുത്ത് വന്നായിരുന്നു. അപ്പോൾ ആ രഹസ്യങ്ങൾ ചെയ്തു. അപ്പോൾ അത് ലിറിക്സായിട്ട് എനിക്ക് കിട്ടി ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി അതിനകത്തെ പ്രാർത്ഥനകളില്ലേ നമ്മൾ ചൊല്ലുന്ന അളവില്ലാത്ത സകല നന്മ സ്വലിബിലായി സർവേശ്വര കർത്താവ് എളിയൊരു നന്ദി ഭാഗ്യമായിരിക്കുന്നു, അതും എനിക്ക് മ്യൂസിക് ചെയ്താലോ എന്ന് തോന്നിയപ്പോൾ ഞാനത് മ്യൂസിക് ചെയ്തു. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവ് എളിയവരും നന്ദിയച്ച പാപികളും അങ്ങനെ തോന്നും. അത് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന തന്നെ ഒരു വള്ളിപുള്ളി മാറ്റാണ്ട് ഞാൻ ചെയ്തായിരുന്നു. അതിനെ നമ്മൾ ചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിന് ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ ചോദ്യം എനിക്ക് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല പെട്ടെന്ന് പറയാനായിട്ട്. അങ്ങനെ പോലും ചെയ്യാനായിട്ട് ദൈവം എനിക്ക് കൃപ തന്നു എന്ന് പറയാം. അതല്ല എൻ്റെ കഴിവല്ല, ദൈവം എനിക്ക് തന്നുള്ള ആ കഴിവ്, അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. തോമസ് ചേട്ടൻ കുറെ വർഷങ്ങളായി പാടി ശുശ്രൂഷ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ചേട്ടന് സംസാരിക്കാനും പാടാനൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അന്നുണ്ടായ അതായത് ഈ അസുഖം വന്നപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അസുഖത്തിൻ്റെ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയും തമ്മിൽ ഒരു അനുഭവമായിട്ടൊന്ന് ചേട്ടന് എന്തായിരുന്നു എന്ന് പറയാമോ? അതായത് ഞാൻ ഈ സിറ്റി വാൻഡലൈസേഷൻ കൂട്ടായ്മയിലേക്ക് വന്നപ്പോഴാണ് ഞാൻ പാട്ട് പാടി തുടങ്ങിയത്. അവിടെ അങ്ങോട്ട് ഞാൻ പിന്നെ പല ധ്യാന കേന്ദ്രങ്ങളിലും ഡിവൈനിൽ പോലും
പാടിയിട്ടുണ്ട്. കീബോർഡ് വെച്ച് പാടാൻ എനിക്ക് അവസരം ദൈവം എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് ഞാൻ BLM എന്നുള്ള ആളുകളുള്ള BLM എന്നുള്ള ധ്യാനകേന്ദ്രത്തിൽ സ്ഥിരം പാടിക്കൊണ്ടിരുന്നായിരുന്നു. ഒന്നോ രണ്ടോ ടീമിലൊക്കെ പാടിക്കൊണ്ടിരുന്നായിരുന്നു, താമസിച്ചത് ധ്യാനക്കൊക്കെ. പിന്നെ അങ്ങനെ തുടർച്ചയായി പിന്നെ ഓൾ കേരള ലെവലിൽ ഓരോ ബ്രദറിൻ്റെ കൂടെയൊക്കെ സ്ഥിരം പോയിട്ട് പാടാനായിട്ട് ദൈവം അവസരങ്ങൾ ഒരുക്കി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയിട്ടുണ്ട് പാടാനായിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊരു 2015-16 ആയപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു പ്രശ്നം തുടങ്ങാൻ വന്നത്. അതായത് എൻ്റെ ചെറിയ അശ്രദ്ധ എന്ന് വേണമെങ്കിൽ പറയാം. പല്ലിന് ഒരു ഷാർപ്പ്നെസ് ഉണ്ടായിരുന്നു. ആ ഷാർപ്പ്നെസ് കൊണ്ട് ഈ വലത്തെ വശത്തെ ഭാഗം മുറിവുണ്ടായി. ആ മുറിവ് ഞാനത് ശ്രദ്ധിച്ചില്ല, കാര്യമാക്കില്ല. ഓട്ടത്തിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചില്ല. ആ മുറിവ് പല്ലിൻ്റെ ഷാർപ്പ്നെസ് ഒന്നാമത് ചെറിയൊരു മന്ത്രത്തിന് കാണിച്ചു. ആ ഷാർപ്പ്നെസ് ഒന്ന് ഉടച്ച് കളഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ഞാൻ വരുമായിരുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് അതും ഒരു ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിരിക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് അത് ഇപ്പോൾ അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ ദൈവത്തെ കുറിച്ച് പറയില്ല, പഴി പറയില്ല. കാരണം എൻ്റെ അശ്രദ്ധ കാരണമുള്ള എനിക്കിത് വന്നത്. ദൈവം പലപ്പോഴും വന്ന് അത് ശ്രദ്ധിക്കണമെന്നോ അങ്ങനെ സംഭവങ്ങളൊക്കെ എനിക്ക് പലരും വഴി പറഞ്ഞെങ്കിലും ഞാനത് കൂട്ടാക്കിയില്ല. അപ്പം എൻ്റെ തെറ്റാണല്ലോ, അതിൽ ദൈവത്തെ പഴി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ. പക്ഷെ അതും ദൈവം എനിക്കുള്ള ഒരു നല്ലൊരു, ഇപ്പോൾ നേരത്തെ ആരോ പറഞ്ഞ മാതിരി ഒന്ന് ചെയ്യുമ്പോഴാണ് ഒന്നിനെ വളമാവുന്നതെന്ന് പറഞ്ഞ മാതിരി ഒരു സംഭവം ഇതിലേക്കാണ് എന്നെ കൊണ്ടെത്തിച്ചത്. അത് വളർന്നു വന്ന് അത് ക്യാൻസറായി മാറുകയും നാവ് ഒരു 2015 ജനുവരി 2 അത് ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് നാവ് പകുതിയുള്ളൂ. പിന്നെ അതിനോട് തുടർച്ചയായിട്ട് റേഡിയേഷനൊക്കെ ചെയ്യേണ്ടി വന്നു. ഒരു 32 റേഡിയേഷൻ ചെയ്തപ്പോൾ ആ റേഡിയേഷൻ്റെ തുടർച്ചയായിട്ട് എനിക്കിപ്പോൾ പല്ലുമില്ല. പല്ല് പൊലിഞ്ഞു പോവുകയും പല്ല് ഇപ്പോൾ പൂർണ്ണമായിട്ട് പല്ലില്ല. ഇത് ഒരു വെപ്പുപല്ലാണ്. ഭക്ഷണം കഴിക്കേണ്ട ആവശ്യത്തിന് വെച്ചില്ല. ഭംഗിയുടെ സംഭവം നോക്കിയിട്ടൊന്നുമല്ല, ഭക്ഷണം കഴിക്കേണ്ട ആവശ്യത്തിന്. പക്ഷേ ഇതും ബുദ്ധിമുട്ടൊക്കെ തന്നെ ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് എനിക്കിങ്ങനെ ഇപ്പം എൻ്റെ ഇപ്പോൾ ഈ കാണുന്ന ഈ സ്റ്റുഡിയോ സംഭവം, അത് ഈ സ്റ്റുഡിയോ പോലും എനിക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ സ്റ്റുഡിയോ വേണം എനിക്കുള്ളത്. അപ്പോൾ ആ ആഗ്രഹം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ പരിചയപ്പെട്ടു. തോമസ് അല്ലേ, ഞങ്ങളുടെ പള്ളിയിൽ കുർബാനയ്ക്ക് വരുന്ന ചേട്ടനാണ്, അടവുകാരനൊന്നല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് തോമസ് അല്ലേ പേര്, കീബോർഡ് വായിക്കുന്ന കണ്ടിട്ട്. അപ്പോൾ തോമസ് ബ്രദറിന് പറഞ്ഞ മാതിരി തോന്നി, ബ്രദർ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ, സ്റ്റുഡിയോ ഇങ്ങനെ വരണം ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ 2 ദിവസം പോയിനെ കുർബാനയിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചു, എനിക്ക് സ്റ്റുഡിയോ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഒക്കെ ഇങ്ങനെ വീട്ടിൽ തന്നെ സെറ്റപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ക്രിസ്ത്യ ചേട്ടൻ വന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടൻ പറയുകയാണ് എന്നോട്, ഞാൻ കുറച്ച് പൈസ തന്ന് സഹായിക്കാം, അപ്പോൾ അത് എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ എൻ്റെ കയ്യിൽ ഒരു 10 ദിവസം പോലും ഇല്ലാതിരുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനായിട്ട്. ആ ചേട്ടൻ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് തന്ന് എനിക്ക് സഹായിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഈ ബിൽഡിങ്ങും ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെ മറ്റുള്ളവരെ കൂടുതൽ പാലിക്കാനുള്ള അവസരം ഓരോരുത്തർക്ക് കൊടുക്കാനും ഇപ്പോൾ ഇതുവരെ എനിക്ക് സാധിക്കുന്നുണ്ട്. കോഴ്സായാലും ഇപ്പോൾ ഓരോ പട്ടിക അവസരം ഇപ്പോൾ പൈസ ഇല്ലാത്ത ഓരോരുത്തർ വർക്ക് എനിക്ക് എങ്ങനെ ചെയ്തു തരാമെന്ന് സാധിക്കുമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവർക്ക് ചിലപ്പോൾ പൈസ വാങ്ങിയില്ല, ചിലപ്പോൾ അവരെന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പൈസ തന്നാലായി, അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ. അതിങ്ങനെയുള്ള കാരണമാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു. എല്ലാം ദൈവകൃപ. തോമസേട്ടൻ്റെ ഫാമിലിയെ കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ ഭാര്യ ഷീജ, അവൾ വീട്ടിൽ തന്നെ ഹൗസ് വൈഫ്. എങ്കിലും ഞാൻ സാധാരണ പറയാറുള്ളത് ശമ്പളം വിലമതിക്കാനാവാത്ത വീട്ടു ജോലി ചെയ്യുന്ന സംഭവം. നമ്മൾ ഈ ഫീൽഡായതുകൊണ്ട് പണ്ട് ധ്യാനങ്ങൾക്ക് പോകുമ്പോഴായാലും നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ മക്കളുടെ കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് അതിന് സപ്പോർട്ട് അവളുടെ നിന്ന് എനിക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പിന്നെ പ്രായർ കൊണ്ടൊക്കെ സപ്പോർട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ 3 പെൺമക്കളാണ് എനിക്കുള്ളത്. മൂത്തവൾ അനീറ്റ, അവൾ ഇപ്പോൾ MBA പഠനമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി. എറണാകുളത്ത് കാക്കനാടിൽ ഒരു EV കമ്പനി, അമേരിക്കൻ ബേസ്ഡായിട്ടുള്ള കമ്പനിയിൽ ജോലിക്ക് കയറി 2 മാസത്തോളമായിട്ടുള്ളൂ.
രണ്ടാമത്തവള് അൽഗ മേരി തോമസ് എന്ന് പറയും. അവള് നഴ്സായിട്ട് മിഷൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. അവള് തിരിച്ച് പാടും, കൊയറിലൊക്കെ പാടുന്നുണ്ട്. പിന്നെ മൂന്നാമത്തവള് എസ്റ്റർ മരിയ തോമസ്. അവള് ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നു വിമല കോളേജിൽ, സെക്കൻഡ് ഇയർ. അങ്ങനെ എൻ്റെ ഫാമിലി അവരത്യാവശ്യം എനിക്ക് കുഴപ്പമില്ല, സപ്പോർട്ടിങ് ആണ്. പാട്ടുകൾ കേട്ടിട്ട് അഭിപ്രായം പറയും, പപ്പ ഇന്ന പാട്ട് അത്ര നന്നായില്ല, ചിലപ്പോൾ നന്നായി. അതിൻ്റെ ചെറിയ ചെറിയ സപ്പോർട്ട്, വലിയ സപ്പോർട്ടൊന്നുമല്ല, പറയും. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തോമസ് ഏട്ടൻ നമുക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയമാണ്, വർക്കിംഗ് ടൈമാണ് നമുക്ക് തന്നത്. അദ്ദേഹത്തിൻ്റെ ദൈവാനുഭവം, അതുപോലെ മ്യൂസിക്കിനെ കുറിച്ചിട്ടുള്ള യാത്രയിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു. അതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിന് വലിയൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നേരത്തെ ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു അതിജീവനത്തിൻ്റെ ഒരു പാഠമാണ് നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില പ്രതിസന്ധികളിൽ എങ്ങനെ തരണം ചെയ്ത് ദൈവത്തോട് ചേർന്ന്, ദൈവാനുഭവത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളൊരു അനുഭവമൊക്കെയാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. ദൈവം ഇനിയും തോമസ് ഏട്ടനിലൂടെ അനേകർക്ക് പാടാനുള്ള പാട്ടുകൾക്ക് സംഗീതമായും, അതുപോലെ സ്റ്റുഡിയോ സൗണ്ട് എഞ്ചിനീയറായൊക്കെ വർക്ക് ചെയ്യുന്ന മേഖലകളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രേക്ഷകരായ നിങ്ങൾ ഇത് കേൾക്കുന്ന എല്ലാവരും തോമസ് ഏട്ടന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഒക്കെ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, പാട്ടുകൾ പാടാനും ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്താൻ പറ്റിയൊരു സ്ഥലമാണ് TP മീഡിയ എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. TP മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് പൈനാടത്തിന്റെ ഷോർട്ട് ഫോമാണ്. നല്ലൊരു സ്റ്റുഡിയോ ആണ്, ചെറിയൊരു സ്റ്റുഡിയോ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ വന്ന് ആർക്കെങ്കിലും വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ കൂടിയുള്ളൊരു സാധ്യതയുണ്ട്. നമ്മളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട്